അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ മൻ ലാ നബിയ്യ ലദീന ഇസ്തഫ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുന്നതിൻ്റെ വിധിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് മദാഹിബുകളിലുള്ള അഭിപ്രായം എന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്ക് കാണാം, ഹനഫി മദ്ഹബും മാലിക്കി മദ്ഹബും പറയുന്നത് മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കൽ അനുവദനീയമല്ല എന്നുള്ളതാണ്. ഹനഫി പണ്ഡിതൻ ഇബ്ൻ ആബിദീൻ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഹാഷിയ എന്ന കിതാബിൽ എഴുതുന്നത് കാണാം, മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുക എന്നതിൻ്റെ ഒരു കണ്ടീഷൻ, ഒരു ഷർത്ത് എന്നുള്ളത് മയ്യത്ത് മുൻപിലുണ്ടാവുക എന്നുള്ളതാണ്. ഗായിബായ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കൽ അനുവദനീയമല്ല. നജ്ജാഷി രാജാവിന് വേണ്ടി മാത്രമാണ് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിസ്കരിച്ചിട്ടുള്ളത്. എന്നാൽ അത് ഖാസാണ്, അത് സ്പെഷ്യൽ കേസായിട്ട് പരിഗണിക്കണം. അതുകൊണ്ട് ഇത് നിരുപാധികം അനുവദനീയമാണ് എന്ന് കിട്ടില്ല. ഹംബലി മദ്ഹബിലും ഷാഫി മദ്ഹബിലും ഇത് അനുവദനീയമാണ് എന്നുള്ളതാണ്. അവരുടെ ന്യായം എന്നുള്ളത്, നജ്ജാഷി രാജാവിന് വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നിസ്കരിച്ചത് സ്പെഷ്യൽ കേസല്ല, അത് അനുവദനീയമാണ് എന്നതാണ് അതിൻ്റെ തെളിവ്. ഇബ്ൻ ഹസം റഹിമഹുല്ലയും ഇമാം നവവി എല്ലാം ഈ ഒരു അഭിപ്രായത്തെയാണ് പിന്താങ്ങുന്നത്. അവർ പറയുന്നത് മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കൽ അനുവദനീയമാണ്. ഇബ്ൻ ഖുദാമ അദ്ദേഹത്തിൻ്റെ മുഗ്നിയിൽ, ഇബ്ൻ ഖുദാമ റഹിമഹുല്ല ഹംബലി പണ്ഡിതനാണ്, അദ്ദേഹത്തിൻ്റെ മുഗ്നിയിൽ അദ്ദേഹം എഴുതുന്നത് മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കൽ അനുവദനീയമാണ്, 1 മാസം വരെ സമയമുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിസ്കരിക്കാം എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ ഇത് അനുവദനീയമാണോ അനുവദനീയമല്ലേ എന്നുള്ളതിൻ്റെ ആ ഇഖ്തിലാഫിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത്, നജ്ജാഷി രാജാവിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത് സ്പെഷ്യൽ കേസാണോ ഖാസാണോ അല്ലേ എന്നുള്ളത് മാത്രമാണ്. എന്നാൽ നമുക്ക് കാണാൻ സാധിക്കും, ഖാസാണ് എന്നുള്ളത് പ്രത്യേകമായി തെളിവ് വരേണ്ട ഒരു വിഷയമാണ്. മാത്രം ചില ആളുകൾ, അല്ലെങ്കിൽ അത് ഖാസാണ് എന്ന് വാദിക്കുന്നവർ, ഇങ്ങനെ ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നജ്ജാഷി രാജാവിൻ്റെ മയ്യത്ത് കാണപ്പെട്ടു, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരമൊരു സംവിധാനം ചെയ്തു കൊടുത്തു എന്നുള്ളത്. എന്നാൽ ഇത് സഹീഹായി ഒരൊറ്റ റിപ്പോർട്ടുകളിലും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് സ്പെഷ്യൽ കേസ് ആണ് എന്ന അഭിപ്രായം ദുർബലമാണ് എന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി അനുവദനീയമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർക്കിടയിൽ വീണ്ടും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏത് സാഹചര്യത്തിലാണ് അനുവദനീയം, ഏത് സാഹചര്യങ്ങളിലാണ് ഗായിബായ മയ്യത്ത് നിസ്കരിക്കൽ അനുവദനീയമാകുക എന്നുള്ളത്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള കാരണം, നജ്ജാഷി രാജാവിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതിൻ്റെ കാരണം അഥവാ ഇല്ലത്തിലാണ്. ഒരു വിഭാഗം പണ്ഡിതന്മാർ, അല്ലെങ്കിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞു, ആ കാരണം എന്നുള്ളത് പ്രത്യേകിച്ച് കാരണമില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് അനുവദനീയമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇമാം ഷൗക്കാനിയുടെ എല്ലാം അഭിപ്രായം, ഗായിബായ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കൽ നിരുപാധികം അനുവദനീയമാണ്, ഏതൊരു സാഹചര്യത്തിലും അനുവദനീയമാണ്, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നജ്ജാഷി രാജാവിന് വേണ്ടി നിസ്കരിച്ചു എന്നുള്ളത്. എന്നാൽ ഈ ഒരു അഭിപ്രായത്തിനോട് ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്നുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്ത് മരണപ്പെട്ട ഒരുപാട് സഹാബത്ത് അവിടെ ഉണ്ടായിട്ടും അവർക്ക് ആർക്കും വേണ്ടി നിസ്കരിച്ചിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ ഉത്സാഹത്തോടു കൂടി ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു താനും. തൻ്റെ പള്ളി വൃത്തിയാക്കിയിരുന്ന ഒരു സ്ത്രീ രാത്രി മരണപ്പെടുകയും സഹാബത്ത് രാത്രി തന്നെ മയ്യത്ത് നിസ്കരിക്കുകയും ചെയ്തു എന്ന് പിറ്റേ ദിവസം പകലിൽ അറിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് അറിയിച്ചില്ല, എൻ്റെ നിസ്കാരം അവർക്കൊരു റഹ്മത്താണ്. ഇതും പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഖബറിലേക്ക് പോവുകയും അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചതായും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ ഒരു അഭിപ്രായത്തോട് കൃത്യമായി അതിലൊരു ചെറിയ വിയോജിപ്പ് നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കുന്നത്. ഇനി മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ, ആധുനിക പണ്ഡിതന്മാരായ ഷെയ്ഖ് ഇബ്ൻ ബാസ് റഹിമഹുല്ല, ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലയുടെയും എല്ലാം അഭിപ്രായം, ഇസ്ലാമിനു വേണ്ടി ഒരുപാട് സംഭാവന ചെയ്ത വിശിഷ്ട വ്യക്തികൾ, വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി നമുക്ക് ഇതുപോലെ മയ്യത്ത് നിസ്കരിക്കാം. കാരണം നജ്ജാഷി രാജാവിന് അങ്ങനെ ഒരു സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. നജ്ജാഷി രാജാവ് ഇസ്ലാമിന് വേണ്ടി സംഭാവന ചെയ്ത ഒരു വലിയ മനുഷ്യനെന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു അധികാരം ഉപയോഗിച്ച്, ആ ഒരു അതോറിറ്റി ഉപയോഗിച്ച് അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി വലിയൊരു സംഭാവന ചെയ്തു എന്നുള്ളതാണ്. ഈ അഭിപ്രായം ഏറെക്കുറെ വാലിഡാണ്. കാരണം അത് കൃത്യമായി അത് ഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്, നജ്ജാഷി രാജാവ് അത്തരത്തിലുള്ളൊരു വ്യക്തിയായിരുന്നു എന്നുള്ളത്. മറ്റൊരു അഭിപ്രായം എന്നുള്ളത് ഇബ്ൻ തൈമിയ റഹിമഹുല്ലയുടെ അഭിപ്രായമാണ്. ഇബ്ൻ തൈമിയ റഹിമഹുല്ല പറയുന്നത്, ഗായിബായ മയ്യത്ത് നിസ്കരിക്കൽ അനുവദനീയമാണ് ഏത് സാഹചര്യത്തിൽ, അദ്ദേഹം ഒരു അമുസ്ലിം രാഷ്ട്രത്തിൽ മരണപ്പെടുകയും മറ്റാരും അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ മാത്രമാണ്.
എന്നാൽ ഈ അഭിപ്രായത്തിന് ഉള്ള വിയോജിപ്പ് പണ്ഡിതന്മാർ പറയുന്നത്, നജ്ജാശി രാജാവിന് വേണ്ടി അബിസീനിയയിൽ വെച്ച് ആരും മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല എന്ന് നമുക്ക് കൃത്യമായി ഒരു റിപ്പോർട്ടോ അല്ലെങ്കിൽ കാരണമോ വന്നിട്ടില്ല. അത് നമ്മുടെ ഒരു അസംഷനാണ്. ഇബിൻ ഖുദാമ അദ്ദേഹത്തിൻ്റെ മുഗ്നിയിൽ പറയുന്നുണ്ട്, ആരും നിസ്കരിച്ചിട്ടില്ല എന്നവർ പറയുന്നു. എന്നാൽ നജ്ജാശി രാജാവ് ഇസ്ലാം സ്വീകരിച്ചതായി അവിടെയുള്ള ആളുകൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ആരും തന്നെ അദ്ദേഹത്തിന് നിസ്കരിച്ചിട്ടില്ല എന്ന വാദം അത്ര സ്വീകാര്യമല്ല എന്നുള്ളത്. ഏതായിരുന്നാലും ശരി, ഈ 3 അഭിപ്രായങ്ങൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അഭിപ്രായങ്ങളും ആ അഭിപ്രായങ്ങൾക്ക് അവർ പറയുന്ന ന്യായങ്ങളും. ഈ എല്ലാ അഭിപ്രായങ്ങളും കണ്ടതിന് ശേഷം വ്യക്തിപരമായി ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്, ഇസ്ലാമിന് വേണ്ടി വലിയ സംഭാവന ചെയ്ത വിശിഷ്ട വ്യക്തികൾക്ക് വേണ്ടി തീർച്ചയായിട്ടും നിസ്കരിക്കാം. മാത്രവുമല്ല, നമുക്ക് ഏറ്റവും അടുപ്പമുള്ള അല്ലെങ്കിൽ നമുക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ആരെങ്കിലും എല്ലാം മരണപ്പെടുകയും നമുക്ക് ആ നാട്ടിൽ അവരുടെ മയ്യത്ത് നിസ്കാരത്തിന് കൂടാൻ സാധിക്കാത്തൊരവസ്ഥയും വരികയാണെങ്കിൽ ഞാൻ അത്തരം സാഹചര്യങ്ങളിൽ നിസ്കരിക്കാറുമുണ്ട്. അല്ലാഹു ആലം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. فتعالى الله الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما.